ഇന്നൊരു നാടൻ പരിപ്പുലർത്താണ് അല്ലെങ്കിൽ പരിപ്പ് തോരൻ. ഇതിനായിട്ട് തൂരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു വിസിലിട്ട് വേവിക്കുക. വെള്ളം കൂടി പോകരുത്, അതുപോലെ പരിപ്പ് വെന്തുടഞ്ഞ് പോകരുത്, അല്ലെങ്കിൽ ഉലർത്തിൻ്റെ ആ പാകം ശരിയാവില്ല. കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല, അല്ലാതെ ഒരു പാത്രത്തിലാണെങ്കിൽ നമുക്ക് വേവ് നോക്കിയെടുക്കാം. ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ ചുവന്നുള്ളി, ചെറിയുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, വറ്റൽമുളക്, ഇത് മൂന്നും കൂടെ ചതച്ചെടുക്കുക. ഉള്ളി കൂടുതൽ എടുത്താൽ അത്രയും രുചിയായിരിക്കും. പരിപ്പുലർത്തിന് തൂരപ്പരിപ്പ് തന്നെ വേണമെന്നില്ല, കടലപ്പരിപ്പ് കൊണ്ടും ചെയ്യാം. അപ്പോൾ കുറച്ചധികം നേരം വേവിക്കണമെന്ന് മാത്രം. ഇനി നമുക്ക് പരിപ്പുലർത്താം. അതിനായിട്ട് സ്റ്റവ് കത്തിച്ച് അതിൽ ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാൻ വെക്കുക. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ അല്പം പിരിയൻ മുളക് പൊടി, ആ മുളക് പൊടി കൂടി ഒരു കളറിന് വേണ്ടിയിട്ടാണത്. ഈ മുളക് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ഉണ്ടല്ലോ, ആ പരിപ്പും വെള്ളവും കൂടി അതിലോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് അല്പം തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൂട്ടിയാൽ നമ്മുടെ രുചികരമായ പരിപ്പുലർത്ത് റെഡിയായി. ഈ പരിപ്പുലർത്ത് ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അമ്മ ചോറ് തന്നു വിട്ടിരുന്നപ്പോൾ ചോറ്റ് പാത്രത്തിൽ സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു പരിപ്പുലർത്ത്. ഇത് തന്നെ തേങ്ങ ഒഴിവാക്കിയാൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ കുത്തിക്കാച്ചിയതായി. അപ്പം നമ്മുടെ പരിപ്പുലർത്ത് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്